മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കിടയിൽ മല്ലിക സുകുമാരൻ മമ്മൂട്ടിയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. മല്ലിക സുകുമാരനെ മമ്മൂട്ടി വിളിച്ചിരുന്നു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോഴും മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ മല്ലിക സുകുമാരൻ ഒരു മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, എവിടെ മമ്മൂട്ടിയെ കാണാനില്ലല്ലോ. നോമ്പിപ്പം കഴിഞ്ഞു, മമ്മൂട്ടിയെ നമ്മൾ എവിടെയെങ്കിലും കാണുന്നില്ല. അപ്പം പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു നിർമ്മാതാവ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇപ്പം പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിലാണ്, ഞാനിതുവരെ വിളിച്ചിട്ടില്ല. കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ പറ്റി ബാദുഷ നിങ്ങൾക്കറിയായിരിക്കും, ഈ പ്രൊഡക്ഷൻ കൺട്രോളറും അതുപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസറും ഒക്കെയാണ്. ആ പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കിംവദന്തികൾ പരന്നിരുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ആശങ്കയുണ്ടായി. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് MN ബാദുഷ. ഞാനിതുവരെ വിളിച്ചിട്ടില്ല, കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് വിളിക്കാത്തത്. ഈ പറയുന്ന പോലെ സീരിയസ് പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ ആളുകൾക്ക് വരുന്നത് പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രീറ്റ്മെൻറ്റിലാണ്, എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നോമ്പ് കാരണമായിരുന്നു അഭിനയിക്കാതിരുന്നത്, അദ്ദേഹം പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നേരത്തെ മോഹൻലാൽ തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം സുഖമായി ഇരിക്കുന്നു, അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടാകും, അത്ര മാത്രമേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല എന്നായിരുന്നു അന്ന് മോഹൻലാൽ പറഞ്ഞത്. അടുത്തിടെ മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ മമ്മൂട്ടിയുടെ പേരും എന്നുള്ള രീതിയിൽ അന്ന് വഴിപാടിനെ പറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നാളെ 2 ദിവസം കഴിയുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു പുതിയ പടം തിയേറ്ററിൽ വരുന്നുണ്ട്, ബസൂക്ക. അതിന് വലിയ രീതിയിൽ ടിക്കറ്റൊക്കെ ബുക്കിംഗ് ആയി പോകുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം പല ചില മീഡിയയൊക്കെ പെട്ടെന്ന് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ബ്രേക്ക് ചെയ്തപ്പോഴത്തേന് വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് എന്ത് പറ്റി, ഇനി മമ്മൂട്ടിയെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നത്, മമ്മൂട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പ്രായത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം നോമ്പുമായി ബന്ധപ്പെട്ട് റെസ്റ്റിലാണ്, ക്ഷീണമുണ്ട് എന്നുള്ള രീതിയിലാണ് വന്നത്. ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം മോഹൻലാൽ ശബരിമലയിൽ പോകുന്നുണ്ടായിരുന്നു. മോഹൻലാൽ ശബരിമലയിൽ പോയപ്പം മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് കഴിക്കുന്നേക്ക് അത് വലിയ രീതിയിലൊക്കെ വാർത്തയായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ അവിടെ വഴിപാട് കഴിക്കുന്നു. അതിനുശേഷം ഒരു അബ്ദുള്ള എന്ന് പറയുന്ന അമ്മാവൻ വന്നിട്ടൊരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടായി. ഞാനന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ ഈ വഴിപാട് കഴിച്ചതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം മുസ്ലിങ്ങളോടെന്നുള്ള രീതിയിൽ അന്ന് ഈ കേരളം ഒരുപോലെ നിന്നിട്ട് അബ്ദുള്ള എന്ന് പറഞ്ഞ അമ്മാവനെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി ഇപ്പോൾ അറിഞ്ഞാലും എന്താ, അറിഞ്ഞില്ലല്ലോ എന്താ, നിങ്ങൾക്ക് എന്തിൻ്റെ കാര്യമാണ് വേറൊരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു കാര്യമാണ് മമ്മൂട്ടി എവിടെ എന്നുള്ള രീതിയിൽ. മമ്മൂട്ടിയെ കാണാനില്ല, മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം നമുക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നുള്ളത്, ഞാൻ മാക്സിമം സിനിമ കാണുന്ന ഒരാളാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന ഒരാളാണ്. ഞാനൊരു മോഹൻലാലിൻ്റെ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എന്നാലും നമുക്ക് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലൊക്കെ കണ്ടുവരുന്ന നമുക്ക് ഒരു ഇമോഷനാണ്. നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ പെടുന്ന ആൾക്കാരെ പോലെ തന്നെ നമുക്ക് അടുത്തറിയാവുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടൊരു ആശങ്കയൊക്കെ, അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നപ്പോൾ നമുക്കും തോന്നി, എന്ത് പറ്റി മമ്മൂട്ടിക്ക്. നമ്മൾക്ക് ഇവരെയൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാൻ നേരത്തെ ഇപ്പോഴൊക്കെ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അടുത്ത സമയത്തൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വരുന്ന പടങ്ങൾ, ഗംഭീര കിടിലം പടങ്ങളാണ് മമ്മൂട്ടിയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പടങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് പോലുള്ള പടങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരാൻ നേരത്തെ മമ്മൂട്ടിയെ പെട്ടെന്ന് നമ്മളൊന്ന് ബാക്കിലേക്ക് പോകുന്നതായിട്ട് വാർത്ത കേൾക്കാൻ നേരത്തെ നമുക്ക് ഒരു സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശങ്കയ്ക്കൊന്നും വഴിയില്ല. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഉള്ളൊരു പടം ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പം ജോയിൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. അപ്പോൾ പുള്ളിക്കാരന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോൾ റെസ്റ്റിലാണ്, ചെറിയ എന്തൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് മമ്മൂട്ടി പടത്തിന് ജോയിൻ ചെയ്യും. അടുത്ത സമയത്ത് തന്നെ ബസൂക്ക് വരുന്നുണ്ട്. അതിനുശേഷമുള്ള പടങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാണ് നമ്മൾ അറിയുന്നത്. പുള്ളിക്കാരനിപ്പം ഉടനെ തിരിച്ചെത്തും. ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും നമ്മളിപ്പം ഫാൻ ഫൈറ്റിൻ്റെ പല ആൾക്കാരും ഒക്കെ അതും ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാം. പക്ഷേ ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ സിനിമ കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഈ ബിഗ് സ്ക്രീനിൽ ഇവരെ കാണാൻ ഒരു രസം. ഇവർക്ക് എന്തെങ്കിലും പറ്റി ഒരു ഇഷ്യൂ വരാൻ നേരത്ത് നമുക്കും ഒന്ന് ഫീൽ ചെയ്യും ഇവരുടെയൊക്കെ ഒരു അഭാവം. അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്, മമ്മൂട്ടി തിരിച്ചു വരും എന്നുള്ളത്. അതേട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.